ഹായ് ഗൈസ്, വെൽക്കം ടു ഫോട്ടോഗ്രേഷൻസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പബ്ജി അതുപോലെ ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്ന നമ്മുടെ മച്ചാന്മാർക്ക് വേണ്ടി സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗെയിം ട്രിഗറാണ്. ഓക്കെ, അപ്പോൾ ഗെയിം ട്രിഗർ എന്ന് പറയുമ്പോഴും നമ്മുടെ ഫോൺ ഒരു ജോയ്സ്റ്റിക്ക് പോലെ ആക്കിയിട്ട് സൈഡിൽ സ്വിച്ച് കൺട്രോൾസ് ഒക്കെ വെച്ചിട്ട് ഗെയിം കളിക്കാനായിട്ട് എളുപ്പമാക്കാനായിട്ടുള്ള ഒരു ട്രിഗർ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി പറഞ്ഞ് കൂടുതൽ നീട്ടുന്നില്ല, നമുക്ക് നേരെ മേക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ട്രിഗർ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ ഗ്ലാസ് ഡോറിനിടുന്ന ബീഡിംഗ് ആണ്. ഇതിപ്പോൾ റബ്ബർ ബീഡിംഗ് ആയിരുന്നു, ഇതിൻ്റെ ടോപ്പ് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇതിന് പകരം നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഷേപ്പ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കോപ്പർ കോയിലാണ്. ഇതിപ്പോൾ 1 mm തിക്നെസ് ഉള്ള കോപ്പർ കോയിലാണ്. ഇതിന് പകരം നമുക്ക് വീടുകളിലൊക്കെ എർത്ത് വലിച്ചേക്കുന്ന കോപ്പർ വയർ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇച്ചിരി കട്ടി കുറഞ്ഞായിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു 1 mm തിക്നെസ് ഉള്ള കോപ്പർ വയറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു പേപ്പർ ക്ലിപ്പ് വേണം. അപ്പോൾ പേപ്പർ ക്ലിപ്പിൻ്റെ ഈ ഒരു പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെറിയൊരു സ്പ്രിങ് ആവശ്യമാണ്, കട്ടിംഗ് പ്ലെയറുകൾ, അതുപോലെ തന്നെ പശ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ട്രിഗർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ നമ്മുടെ കോപ്പർ വയർ ഒരു 16 സെന്റിമീറ്റർ നീളത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇനാമലുള്ള കോപ്പർ വയർ ആണ്. നമ്മളിപ്പോൾ ഇനാമൽ കളയാനായിട്ട് ഒരിക്കലും ഹീറ്റ് ചെയ്യാൻ പാടില്ല. ഹീറ്റ് ചെയ്താൽ ഇതിൻ്റെ ടെമ്പർ പോവും. അപ്പോൾ ഹീറ്റ് ചെയ്യാതെ നമുക്ക് ചെറിയൊരു നൈഫ് യൂസ് ചെയ്ത് ഇതേലത്തെ ഇനാമലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതേ ഇനാമലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേപ്പർ ക്ലിപ്പ് എടുക്കാം. ഇതിൻ്റെ ഒരു ഹാൻഡിൽ നമുക്കൊന്ന് ഊരി എടുക്കാം. അതിനുശേഷം ഇതിലിപ്പോൾ ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട്. ഈ ബെൻഡ് മാത്രം ഒരെണ്ണം മാത്രം നമുക്കൊന്ന് നൂർത്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പേപ്പർ ക്ലിപ്പിലെ ഒരു ബെൻഡ് നൂർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോപ്പർ വയർ നേരെ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഞാനിത് നേരെ ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേപ്പർ ക്ലിപ്പേൽ ഒരു 2 സെൻറ്റിമീറ്ററോളം ഇത് ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചിട്ട് ഇത് കണ്ടില്ല, അതായത് ഇതുപോലെ മടക്കിയ ഭാഗം 2 സെൻറ്റിമീറ്ററോളം പേപ്പർ ക്ലിപ്പിൻ്റെ ഒരു സൈഡിൽ നിന്ന് കയറ്റി വെച്ചിട്ട് ഇതൊന്ന് ഒരെണ്ണം നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ടൊന്ന് ചുറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ചുറ്റിയെടുത്തിട്ടുണ്ട്. അതായത് ഒരു സൈഡിലെ കമ്പി കണ്ടില്ലേ, ഇതുപോലെ പേപ്പർ ക്ലിപ്പെല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് നമുക്ക് 5 ടേൺ ആണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കൊരു 5 ടേൺ ചുറ്റിയെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ 5 ടേൺ ഇവിടെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലെ ഒരു 5 ടേൺ ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോ സൈഡിലോട്ട് 5 ടേൺ വീതമുണ്ട്. അതുപോലെ ഈ ഫ്രണ്ടിലോട്ടുള്ള ഭാഗം 2 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ പേപ്പർ ക്ലിപ്പിലോട്ട് തന്നെ കയറ്റിയിടാം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കി എടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് പിരിച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ 2 അറ്റം കൂടി ഇങ്ങനെ ഒന്ന് ചുറ്റി ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. 2 തവണ മാത്രമേ നമ്മളൊന്ന് പിരിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ 2 അറ്റം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അകത്തോട്ട് ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ച് ഒരു കൊളുത്ത് പോലെ ആക്കി എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ഈ അറ്റം കൂടെ ഒന്ന് വളച്ചിട്ട് ഒരു കൊളുത്ത് പോലെ ഒന്ന് റിങ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റിങ്ങിനുള്ളിലൂടെ ഇതുപോലെ തന്നെ ഒരു കോപ്പർ വയർ കറക്റ്റായിട്ട് കയറുന്ന ആ ഒരു സൈസിനായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു കോപ്പർ വയർ ഇങ്ങനെ കറക്റ്റായിട്ട് കയറുന്ന രീതിയിൽ. ഓക്കെ, നമുക്കിനി വേറൊരു പീസ് കോപ്പർ വയർ എടുക്കാം. ഇതൊരു 14 സെൻറ്റിമീറ്റർ നീളമുള്ള കോപ്പർ വയർ ആണ്. ഇതിൻ്റെ ഇനാമലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേത് ചെയ്തതുപോലെ തന്നെ ഇത് നേരെ ഹാഫായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇത്തവണ നമ്മൾ 2 സെൻറ്റിമീറ്ററിന് വരെ 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാനാണ് നമ്മൾ ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി സെയിം ആയിട്ട് തന്നെ 5 ലൂപ്പ് ഓരോ സൈഡിലോട്ടും വീതം ഒന്ന് ലൂപ്പ് ഉണ്ടാക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരെണ്ണവും 2.5 സെൻറ്റിമീറ്റർ വിട്ടു. ബാക്കി 5 ലൂപ്പ് വീതം 2 സൈഡിലും ഉണ്ടാക്കി. മിച്ചം ഒരു ഇത്തരം ഭാഗം കിടപ്പുണ്ട്. ഇതും നമ്മൾ ആദ്യത്തേന് ചെയ്തതുപോലെ തന്നെ കൂട്ടി ഒന്ന് പിരിച്ചെടുത്തിട്ട് ഒരു ലൂപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത്തവണ ലൂപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലൂപ്പല്ല, പകരം 2 സൈഡിലോട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ലൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ലൂപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൊരു ലൂപ്പും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൂപ്പ് ഇങ്ങനെ 2 എണ്ണം കൂടെ വളച്ച് സൈഡിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഈ സൈഡിലായിരുന്നു ഇത് ലൂപ്പ്. ഈ ഒരു വ്യത്യാസമാണ് ഇത് രണ്ടും കൂടെ ഉള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് രണ്ടും കൂടെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഒന്ന് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഒട്ടും പിടുത്തമൊന്നും ഇല്ലാണ്ട് നല്ല ഫ്ലൂവൻ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഈ ലൂപ്പ് ഉണ്ടാക്കിയേക്കുന്നതിൻ്റെ ഈ ടോപ്പിലെ ഭാഗം ഇങ്ങനെ മുകൾ ഭാഗത്തൂടെ പോകുന്ന പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 2 എണ്ണത്തിൻ്റെയും കറക്റ്റായിട്ട് വെച്ചൊന്ന് ലൂപ്പാക്കി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള സിസ്റ്റം. അടുത്തായിട്ട് നമുക്ക് ഈ ഫുൾ സിസ്റ്റം നമ്മുടെ ഈ ബീഡിങ്ങിനുള്ളിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ബീഡിങ് ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബീഡിങ് ഒരു 3 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് ഇത്രയും കട്ടിങ് ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു 1 സെൻറ്റിമീറ്റർ വീതി വിട്ട് ബാക്കി ഇങ്ങനെ നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ 1 സെൻറ്റിമീറ്റർ വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ എഡ്ജ് ഷാർപ്പായിട്ടിരിക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിൽ നമ്മുടെ 2 പിന്ന് സെറ്റ് ചെയ്യാനുള്ള ഹോളുകൾ ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ 2 ഹോൾ ഇടാനായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. ഇതിലായിരിക്കും നമ്മൾ ആദ്യത്തെ ഹോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല കോർണറിലോട്ട് മാറ്റി ചേർത്ത് വേണം നമ്മൾ ഹോൾ ഇടാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിലോട്ട് നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ പിന്നുകളാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പിന്നിൻ്റെ ഈ ഹോളിലൂടെ നമുക്കൊരു ഹിഞ്ച് പോലെ യൂസ് ചെയ്യാനായിട്ട് ചെറിയൊരു
വയറിൻ്റെ പീസ് കയറ്റിയിട്ടിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വയറിൻ്റെ പീസിനായിട്ട് ഇതുപോലത്തെ പേപ്പർ ക്ലിപ്പ് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പീസ് വെച്ച് തന്നെ ഇതിൽ നമുക്ക് കയറ്റിയിട്ടൊന്ന് ടൈറ്റ് ആക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു പാർട്ട് ഇതിലോട്ട് ഇങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ പിന്നിന് 5 ടേൺ വീതം 2 സൈഡിലോട്ട് എടുക്കാനുള്ള കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ പീസിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആകാനായിട്ട് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്താണ് ഈ ഒരു പീസ് ഉണ്ടാക്കുന്നതെങ്കിൽ, അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആകാനായിട്ട് നമുക്ക് എത്ര ടേണുകൾ വേണോ അതിനനുസരിച്ചുള്ള ടേണുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ പിന്നുണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് രണ്ടാമത്തെ പിന്നിനായിട്ടുള്ള ഹോൾ ഒരു ഈ ഭാഗത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ പിന്നിനുള്ള ഹോൾ ഇതാ ഇവിടെയായിട്ടാണ് ഇട്ടേക്കുന്നത് 2 സൈഡിൽ. അപ്പോൾ നമ്മൾ ഈ പിന്നുകൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചുള്ള നീളം വ്യത്യാസം അനുസരിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത്, അതായത് നമ്മളൊന്ന് മെഷർ ചെയ്തിട്ട് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വേണം ഹോളുകൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വയറിൻ്റെ പീസും കൂടെ കയറ്റിയിട്ടിട്ട് ഇതൊന്ന് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ 2 പിന്നുകളും കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതേ താത്തുവാണെങ്കിൽ മുകൾ ഭാഗത്തേക്കും അതുപോലെ തന്നെ ഇങ്ങനെ താഴോട്ട് വരും. ആ ഒരു കോൺഫിഗറേഷനാണ് നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യിച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേനും ഒട്ടും ഫ്രിക്ഷൻ ഉണ്ടാകാൻ പാടില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ഇങ്ങനെ നീങ്ങുകയും വേണം. ഇതിൽ നമ്മൾ നീളമുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ പ്രസ് ചെയ്യാനായിട്ട് കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം നമുക്ക് സ്ക്രീനെ ടച്ച് വരാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ സ്പ്രിങ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ കീയുടെ അടിഭാഗത്തായിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ചെറുതായിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കയറ്റി ഇടുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പശ കൊണ്ട് ഒന്ന് ഒട്ടിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്രിങ് എല്ലാം വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്, നമ്മുടെ പ്രസ് ചെയ്യുന്ന കീയുടെ അടിഭാഗത്തായിട്ട്. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പ്രസ് ചെയ്യാനായിട്ടൊരു കംഫോർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ നീളമുള്ള ഭാഗം, അതായത് നമ്മുടെ കീയുടെ നീളമുള്ള ഭാഗം മുകളിലോട്ട് ചെറുതായിട്ടൊന്ന് വളച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ കീയുടെ ഈ സൈഡ് ഭാഗം കൂടി ഇങ്ങനെ മുകളിലോട്ടൊന്ന് വളച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് പീസിൻ്റെ ഈ ഒരു സൈഡ് ഞാനിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കീ പ്രസ് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടി എളുപ്പമുണ്ടായിരിക്കും. ഞാനിവിടെ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരെണ്ണം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 സ്വിച്ചുകളും ഇനി ഫോണിലോട്ട് ഫിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഫോണിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ സ്വിച്ചുകൾ നമ്മുടെ ഫോണിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ള സെൽഫി സ്റ്റിക്കാണ്. ഈ സെൽഫി സ്റ്റിക്കിൻ്റെ ഈ ഒരു ടോപ്പ് ഭാഗം മാത്രം നമ്മളൊന്ന് ഊരിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു സ്കെയിൽ എടുക്കാം, ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയില്. ആ സ്കെയിൽ എടുത്തിട്ട് നമുക്ക് നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെതായി ഫ്രണ്ട് ഭാഗത്തായിട്ട്, അതായത് ഇങ്ങനെ നമ്മൾ വലിച്ചാൽ ഇങ്ങനെ അകലുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇന്ന് വെച്ച് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു സ്കെയിൽ നമ്മുടെ സെൽഫി സ്റ്റിക്കിൽ വെച്ച് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫോൺ ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഗെയിമിൻ്റെ കൺട്രോൾസ് വരുന്ന ആ ഒരു ഭാഗം നോക്കിയിട്ട് ഈ സ്വിച്ചുകൾ കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് ഗെയിമിനകത്ത് തന്നെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവലാക്കി ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 സ്വിച്ച് നല്ല അടിപൊളിയായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ നടുക്ക് ഭാഗം ഞാനൊരു ബ്ലാക്ക് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു ലുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫോൺ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫോണൊന്ന് കണക്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിന് കുറച്ച് നീളം കുറവുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതിനിപ്പോൾ നീളം കുറവാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, കാരണം നമ്മളിത് കോപ്പർ യൂസ് ചെയ്താണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലോട്ട് ചെറിയൊരു കോപ്പറിൻ്റെ പീസും കൂടെ വെച്ചൊന്ന് സോൾഡർ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നീളമൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കോപ്പറിൻ്റെ പീസും കൂടെ ഇതിൻ്റെ അറ്റത്തോട്ട് വെച്ച് ഒന്ന് സോൾഡർ ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്തോട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു കോപ്പറിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോൺ ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് സ്ക്രീനെ ടച്ച് ചെയ്യുന്നത്ര നീളം വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് ചെറുതാക്കി എടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ടിപ്പിൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനെ ടച്ച് ചെയ്യാനുള്ള കോൺടാക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോൺടാക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇറേസറിൻ്റെ ചെറിയ 2 പീസുകൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 2 പീസുകൾ നമുക്ക് ഇതിൻ്റെ ടിപ്പിലോട്ട് കറക്റ്റായിട്ടൊന്ന് കയറ്റിയിടാം. ഇനി നമുക്ക് കുറച്ച് അലുമിനിയം ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ റബ്ബർ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ കവർ ചെയ്യുമ്പോഴത്തേക്കും ഈ കോപ്പറിൻ്റെ പീസിലോട്ടും ടച്ച് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിൽ ടച്ച് ചെയ്ത് അതും കൂടെ കൂട്ടി വേണം നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ ഗെയിം ട്രിഗർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എന്തായാലും നമ്മുടെ ഗെയിമിൻ്റെ ട്രിഗറൊക്കെ ഇവിടെ കറക്റ്റായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി ഗെയിം ട്രിഗർ ഉണ്ടാക്കി. ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്തു. നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ഗെയിം ട്രിഗറാണ്. ഇതിൽ ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ യൂസ് ചെയ്തേക്കുന്നത് ഒരു സെൽഫി സ്റ്റിക്കാണ്. ഇതിന് പകരം നമുക്ക് കാർഡ്ബോർഡ് പീസൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും സെൽഫി സ്റ്റിക്ക് ഇല്ലെങ്കിൽ. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇങ്ങനൊരു നല്ലൊരു ഐഡിയ തന്നെ നമ്മുടെ നവീൻ മച്ചാന് സ്പെഷ്യൽ താങ്ക്സ്. നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് ട്രിഗർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഗെയിമിംഗ് മെച്ചന്മാർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വീണ്ടും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.